യുക്രൈനിൽ ആക്രമിക്കപ്പെട്ട കപ്പലിലെ ഇന്ത്യൻ പൗരന്മാർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഒഡേസ തുറമുഖത്ത് MV AGN റാഗ്നർ എന്ന കപ്പലാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. നേരത്തെ 2 കപ്പലുകൾ ഇത്തരത്തിൽ യുക്രൈൻ്റെയും റഷ്യയുടെയും ആക്രമണത്തിൽ തകർന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. 2 ഇന്ത്യൻ പൗരന്മാർ 4 പേരാണ്, അതിൽ 2 പേർ സുരക്ഷിതരാണ്. 2 പേരെക്കുറിച്ച് ഇപ്പോൾ വിവരമില്ല. റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കരിങ്കടൽ മേഖലയിൽ തൊഴിൽ തേടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, തുടർച്ചയായ ആക്രമണങ്ങളാണ്. ഒരു തരത്തിലും ആ മേഖലയിൽ സമാധാനമുണ്ടാകുന്നില്ല. ആശങ്കകൾ ഏറെയാണ്. നമുക്കറിയാം, നിരവധി കപ്പലുകൾ അതിൽ നമ്മുടെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ആ മേഖലകളിലൊക്കെ, റഷ്യ യുക്രൈൻ പ്രദേശങ്ങളിലൊക്കെ. ഇങ്ങനെ ആക്രമണം തുടർന്നാൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്താണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ നൽകുന്ന വിവരം? ഏതായാലും ഇന്ത്യൻ എംബസി അവിടെ ഈ വിഷയം ഗൗരവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതോടൊപ്പം തന്നെ ഈ മേഖലയിൽ, ബ്ലാക്ക് സീ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള കപ്പലുകളിൽ അല്ലെങ്കിൽ അതുവഴി യാത്ര ചെയ്യുന്ന കപ്പലുകളിലെ ഇന്ത്യൻ നാവികർക്ക് കൃത്യമായൊരു മാർഗനിർദ്ദേശ രേഖ ഇന്ത്യ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. പ്രധാനമായും കപ്പൽ ഉടമകളോട് അത് ഏത് പോർട്ടിലേക്കാണ് നീങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അത് അന്വേഷിച്ച് മനസ്സിലാക്കണം. പിന്നെ അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച്, ഇൻഷുറൻസിനെ സംബന്ധിച്ച്, മറ്റ് കോമ്പൻസേഷൻ നടപടികളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ധാരണയും ഉണ്ടായിരിക്കണം എന്ന് നാവികരോട് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും കുടുംബാംഗങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ എംബസികളെ അറിയിക്കാനുമൊക്കെയുള്ള നിർദ്ദേശം അവിടെ നൽകിയിട്ടുണ്ട്. റഷ്യയുടെയും അതുപോലെ സമീപപ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളുടെ നമ്പറുകൾ നാവികർക്ക് കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും പക്ഷേ 2 നാവികരെ കണ്ടെത്താനായില്ല എന്നാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 4 പേരിൽ ഈ ആഗ്നർ ഇത് ഷിപ്പിലുണ്ടായിരുന്ന 4 പേരിൽ 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ 2 പേർ സുരക്ഷിതരാണ്. പക്ഷേ മറ്റ് 2 പേരുടെ കാര്യത്തിൽ ആണ് ഇപ്പോൾ ആശങ്ക പടരുന്നത്. ധാന്യങ്ങളുമായാണ് ഈ കൊമേഴ്ഷ്യൽ ഷിപ്പ് എന്ന ഈ MV ആഗ്നേർ ആ വഴി എത്തിയത്. ധാന്യങ്ങളാണ് അതിൽ പ്രധാനമായും കടത്തിയിരുന്നത്. സ്വാഭാവികമായും ഈ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം ആരുടെ ഭാഗത്തു നിന്നാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നാവികരുടെ ജീവൻ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നതാണ് ഇന്ത്യയെ ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നത്. തീർച്ചയായും ആശങ്കാജനകമായ സാഹചര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.